ഹായ് ഗൈസ്, വെൽക്കം ടു അശ്വിൻ വ്ളോഗ്. വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ആക്ച്വലി അമ്മ ഒന്ന് വീണുണ്ടായിരുന്നു 29th ജൂലൈ 29th വീട്ടിൽ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ബാക്ക് സൈഡിലേക്ക് തെന്നി വീണു, തോട്ടത്തിലേക്ക് തെന്നി വീണു. അപ്പം ബാക്ക് സൈഡിലൊക്കെ ഇപ്പം മഴ പെയ്ത് ഫുള്ള് തെന്നലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറുതായിട്ടൊന്ന് തെന്നി താഴോട്ടേക്ക് വീണപ്പോൾ തന്നെ അമ്മയുടെ തുടയിൽ പൊട്ടിയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പം ആ സമയത്ത് ഇവിടെ വീട്ടിൽ ഞാനോ അശ്വിനൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വർക്കിന് പോയതായിരുന്നു. അപ്പം തോട്ടത്തിൽ കിടന്നിട്ട് അമ്മ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലെ കുട്ടികൾ മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ കേട്ടിട്ട് പിന്നെ ആ ട്വിൻസ്, ഞങ്ങളുടെ കൂടെ വരാറുള്ള ട്വിൻസിൻ്റെ ഉപ്പേനോട് പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ തുടയിൽ പൊട്ടിയിട്ടുണ്ടെന്ന്. അമ്മ 36 വർഷം നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കറിയാമല്ലോ. അപ്പോൾ അമ്മ വേഗം അവിടെയുള്ള ഒരു വടി എടുത്ത് വെച്ചിട്ട് തുണി വെച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ നേരെ കാല് പൊസിഷൻ മാറ്റാതെ തന്നെ വെച്ചു. അങ്ങനെ പതുക്കെ പുള്ളി എടുത്ത് മേലോട്ട് കയറ്റാൻ നോക്കി. അപ്പോൾ പുള്ളി ഒറ്റയ്ക്കാണ് എടുത്തത്. അപ്പം എന്താ പറയുക, പുള്ളിക്കും തെന്നിപ്പോയി. അപ്പോൾ കുറച്ച് മേലെ എത്തിയപ്പോഴത്തേനും പുള്ളി തെന്നി അവരവിടെ തന്നെ നിന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ളൊക്കെ ലേഡീസ് ആയതുകൊണ്ട് അവർക്ക് പൊന്തിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പം തന്നെ ഞങ്ങളെ ഫോൺ ചെയ്തു. ഞങ്ങൾ വേഗം വന്നു. വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കൂടി. പിന്നെ വീടിൻ്റെ അടുത്തൊരു ആയുർവേദ ഇതുണ്ട്, ഉഴിച്ചിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ വൈദ്യര് വന്നതിന് ശേഷം സാരിയും കൊണ്ട് അമ്മയുടെ തുടയിൽ പൊട്ടിയ കറക്റ്റ് പൊസിഷനിൽ ടൈറ്റാക്കി കെട്ടിത്തന്നു. പിന്നെ ആംബുലൻസ് വിളിച്ചു. വേഗം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം നമ്മൾ ഫസ്റ്റ് നേരെ മാനന്തവാടിക്കാണ് കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയിട്ട് ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് അവിടെ ചെന്നിട്ട് 1.5 hours വെറുതെ കളഞ്ഞവർ. അതായത് ഫസ്റ്റ് എയ്ഡായിട്ട് വേഗം പ്ലാസ്റ്റർ ഇടാനോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ പെയിൻ കില്ലേഴ്സ് കൊടുക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ എക്സ്റേ മാത്രം എടുത്തു. അവിടുത്തെ ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യൻസിനെ കൊണ്ട് ഒന്നും വെറുതെ സമയം കളഞ്ഞു. ഏറ്റവും ലാസ്റ്റ് അവർ ഒന്നുകിൽ കോഴിക്കോട് അല്ലെങ്കിൽ വിംസിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളത് വയനാട്ടിലൊരു എന്താ പറയുക, ഒരു മെഡിക്കൽ കോളേജ് വേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. മാനന്തവാടി പോയിട്ട് ഒരു കാര്യമില്ല. അവർ റെഫർ ചെയ്യാന്നല്ലാതെ അവിടെ ഫസ്റ്റ് എയ്ഡ് പോലും അവർ ചെയ്യുന്നേ ഇല്ല. വെറുതെ 1.5 hours നമുക്ക് അവിടെ പോയി. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ വിംസിലേക്കാണ് കൊണ്ടുപോയത്. കാരണം കോഴിക്കോട് വരെ പോകാൻ പറ്റില്ല. ആ എക്സ്റേയിൽ കറക്റ്റ് കാണാം എല്ല് കുറച്ചിങ്ങനെ ക്രോസ്സായിപ്പോയി. അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ തുടയിലേക്ക് നമ്മുടെ ഇറച്ചിയിലേക്ക് ഇങ്ങനെ കുത്തി കയറും. അപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോഴിക്കോട് വരെ. കാരണം ചുരത്തിൽ കൂടെ കയറി ഇറങ്ങി പോവുക, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതും അമ്മയുടെ പോളിയോ വന്ന കാലം, അമ്മയ്ക്ക് പോളിയോ വന്നതാണ് ചെറുപ്പത്തിൽ 1.5 വയസ്സിലെങ്ങാനും. അതായത് ഒരു ലെഫ്റ്റ് ലെഗ് വന്നിട്ട് സ്ട്രെങ്ത്ത് കുറവാണ്. അതേപോലെ ലെങ്ത് ഡിഫറൻസും ഉണ്ട്. ആ കാല് മറ്റേ കാലിനേക്കാളും കുറച്ച് ലെങ്ത് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് സ്ട്രെങ്ത്തും കുറവാണ്. അതാണ് വീണ ഉടനെ തന്നെ തുടയിൽ പൊട്ടിയത്. തുടയിൽ അത്ര പെട്ടെന്ന് നമുക്ക് പൊട്ടില്ല. ഫീമർ സ്ട്രോങ് ആയിരിക്കുമല്ലോ, ലോങ്ങസ്റ്റ് ബോണും സ്ട്രോങ് ബോണും ആണല്ലോ. പക്ഷെ അത് വേഗം പൊട്ടാൻ കാരണം അത് പോളിയോ വന്ന കാലം ആയതുകൊണ്ടാണ്. അങ്ങനെ മാനന്തവാടിയിൽ നിന്ന് നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ട് നേരെ വിംസിലോട്ട് പോകുന്നു. അപ്പോൾ ആംബുലൻസിൽ അശ്വിനേട്ടനും നമ്മുടെ നെയ്ബർ ട്വിൻസിൻ്റെ ഉപ്പയുമാണ് ആംബുലൻസിൽ അമ്മയുടെ കൂടെ പോകുന്നത്. ഞാനും വേറൊരു നെയ്ബറും കാറിലാണ് ബാക്കിൽ വന്നത്. അപ്പം മേപ്പാടിയിലേക്ക് പോകുന്നത് വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ്. സോ ഞങ്ങൾ വീട്ടിൽ നിർത്തിയിട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. കാരണം എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആവണം, സർജറി ഒക്കെ ചെയ്യണം എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ നെയ്ബറിൻ്റെ അവരുടെ റിലേറ്റീവിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കയറി. കാരണം എനിക്ക് എന്തൊക്കെ പാത്രങ്ങളാണ് എന്തൊക്കെ എടുക്കണ്ടേ ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് അമ്മയുടെ 2-3 ഡ്രസ്സും ഒരു കമ്പിളി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് പാത്രവും ഫ്ലാസ്കും സ്പൂണും അങ്ങനത്തെയൊക്കെ തന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റൽ കേസായിട്ട് ഹോസ്പിറ്റലിൽ നിന്നിട്ടോ ഒന്നുമില്ല. കാരണം അമ്മ ഓൾറെഡി ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് ഫുള്ള് ചെയ്യുക. അപ്പോൾ ഇത് റിലേറ്റഡ് നമുക്കറിയില്ല. ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കണം, അങ്ങനെയൊക്കെ. അങ്ങനെ വിംസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിയോ വന്ന കാലമായതുകൊണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അമ്മ നടക്കുമോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഫാറ്റ് എംബോളിസം അല്ലെങ്കിൽ പൾമനറി എംബോളിസം ഉണ്ടാകാം, ഡെത്ത് വരെ സംഭവിക്കാം. അതായത് തുടയിൽ പൊട്ടിയതുകൊണ്ട് മജ്ജ പുറത്ത് വന്നിട്ട് ബ്ലഡിലൂടെ പ്ലാസ്മയൊക്കെ സ്പ്രെഡായി നമ്മുടെ ലിവറിനോ ലങ്സിനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ട്
റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഉണ്ടായിട്ട് ഡെത്ത് വരെ കോസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അപ്പോൾ 72 hours അവർക്ക് ഒബ്സർവേഷനിൽ വെക്കണം, അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പം എന്താണ് നിങ്ങളെ ഡിസിഷൻ, റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാനും അശ്വിനും എന്താ ചെയ്യേണ്ടേ, ആരോടാ അഭിപ്രായം ചോദിക്കേണ്ടേ ഒന്നും അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. പിന്നെ എന്തായാലും സർജറി ചെയ്യണം, പിന്നെ അമ്മയ്ക്ക് നല്ല വിൽ പവർ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട്, അമ്മയുടെ ഹെൽത്ത് ഓക്കെയാണ്, അമ്മ നടക്കുന്നതാണെന്നൊക്കെ നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ അവരോട് ഓക്കെ പറഞ്ഞു, സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റാണ് ഫിനാൻഷ്യലി, കാരണം മന്ത് എൻഡാണ്, പൈസ ഇല്ല കയ്യിൽ, എന്താ ചെയ്യുക, ആരോടാ ചോദിക്കാമെന്നറിയില്ല. റിലേറ്റീവ്സിനോടൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് റിലേറ്റീവ്സ് എന്നല്ല, ഞാനങ്ങനെ ആരോടും പൈസ ചോദിച്ചിട്ടില്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അമ്മയാണ് ഫിനാൻഷ്യലി ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ക്ലിനിക്കിൽ നിന്ന് എമൗണ്ട് കിട്ടിയാലും ഹസ്ബൻഡിനോ അമ്മയ്ക്കോ ആണ് ഞാൻ കൊടുക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ചോദിച്ച ശീലങ്ങളില്ല. പിന്നെ ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് ഫാമിലിയായിട്ട് റിലേറ്റീവ്സായിട്ടൊന്നും അത്ര നല്ല ടേം അല്ല. ആൻഡ് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാനും അമ്മയും എന്നുള്ളൊരു കൊച്ചു ലോകത്തിൽ വളർന്നതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കുന്നതും ഇതൊന്നും എനിക്ക് വലിയ അറിയില്ല. അപ്പോൾ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എമർജൻസിയിൽ ഞാൻ ചോദിച്ച ഫ്രണ്ട്സുകൾ 5ഉം 10ഒക്കെ ആയിട്ട് തന്നു, സപ്പോർട്ട് ചെയ്തു. ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട എമൗണ്ടുകളൊക്കെ എനിക്ക് ദൈവം സഹായിച്ച് എൻ്റെ നല്ല ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു തന്നു. ആൻഡ് ഞങ്ങൾക്ക് നല്ലവരായ നല്ല നെയ്ബേഴ്സിനെയാണ് കിട്ടിയിട്ടുള്ളത്. ക്വാർട്ടേഴ്സാണ്, ആരെയും വെറുപ്പിച്ചിട്ടോ ഒന്നുമില്ല, അത്യാവശ്യത്തിന് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ വന്നതുകൊണ്ട് അമ്മേനെ വേഗം അറിഞ്ഞു, കണ്ടു. അല്ലെങ്കിൽ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരാൻ 6:30 7 ആവും, അതുവരെ അമ്മ ആ തോട്ടത്തിൽ കിടക്കേണ്ടി വരും. അവരെല്ലാവരും വന്ന് കൂടി വേഗം സഹായിച്ച്, ഹോസ്പിറ്റൽ കൊണ്ടുപോകാനാണെങ്കിലും അവരെല്ലാവരും വന്നു, അവരുടെ കയ്യിലുള്ള പൈസയാണെങ്കിലും തന്നു, ആംബുലൻസ് വിളിക്കാനാണെങ്കിലും അമ്മേനെ എടുക്കാനാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് അവർ ഡിസിഷനൊക്കെ പറഞ്ഞു, 72 hours ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറഞ്ഞു. അമ്മേനെ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി. അപ്പം ഞാനും അശ്വിനും പുറത്തിങ്ങനെ ഇരിക്കൽ തന്നെയായിരുന്നു 2 ദിവസം. അവർ രാവിലെ 6 മണിയാകുമ്പോഴത്തേനും കാപ്പി വാങ്ങിക്കൊടുക്കാൻ, ചായ വാങ്ങിക്കൊടുക്കാൻ പറയും, കട്ടൻ ചായയും ബന്നും വാങ്ങിക്കൊടുക്കാൻ പറയും, വാങ്ങിക്കൊടുക്കും. മെഡിസിൻസ് വാങ്ങാൻ പറയും, ഡൈപ്പർ, ബ്രഷ്, അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറയും. മെഡിസിൻസ്, ഫുഡ് കറക്റ്റ് ആ ടൈം ഒരു സെക്യൂരിറ്റി വന്നിട്ടാണ് നമ്മളോട് പറയുക. അമ്മേനെ 2 ദിവസം നമ്മൾ കണ്ടേ ഇല്ല, എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ 3ാമത്തെ ദിവസമാണ്, 2 ദിവസം ഞാനും അശ്വിനും പുറത്തിങ്ങനെ ഇരിക്കുകയാണ്, എന്താ നടക്കുന്നത് എന്താണെന്നറിയില്ല, വേറെ മാറി നിൽക്കാൻ ആൾക്കാരില്ല. ഈ ട്വിൻ ബേബീസിൻ്റെ ഉപ്പ വന്ന് നിന്ന് തന്നു കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസം ഈവനിങ് പുള്ളി നിന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ചു പോയി. അന്ന് പുള്ളി മേലെ അവിടെ നിന്നു, ഞാനും അശ്വിനും താഴെ കാറിൽ കിടന്നുറങ്ങി കേട്ടോ. ഇങ്ങനെ കുറച്ച് നല്ല ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിലായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം സർജറിയാണ്. സർജറി ഫ്രൈഡേ, ട്യൂസ്ഡേ ആണ് അമ്മ വീണത്. ഫ്രൈഡേ ഒരു 10:30ക്കാണ് സർജറി. അതിൻ്റെ മുന്നായിട്ട് ഡോക്ടർ സംസാരിച്ചു. സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, സേഫാണെന്നൊക്കെ പറഞ്ഞു. ഉച്ചയൊക്കെ ആയി കഴിഞ്ഞ് വരാൻ. ഫസ്റ്റ് ദിവസം അവർ സർജിക്കൽ വാർഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റും, അപ്പോൾ ഞാനാണ് നിന്നത്. അപ്പോൾ എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അമ്മേനെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, കാരണം അമ്മ കിടക്കുന്നതാണ്, അമ്മയ്ക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡൈപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. വാർഡിലേക്ക് മാറിയതിന് ശേഷം ഹസ്ബൻഡാണ് ഫുൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് ഇതാക്കിയത്. 1 വീക്ക് ഞാനും ഹസ്ബൻഡും തന്നെയാണ് ഫുള്ള് നിന്നത്. അതിൻ്റെ ഇടയിൽ പ്രത്യേകം താങ്ക്സ് പറയേണ്ടത് എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കൂടെ സ്കൂളിങ് 9th 10th മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒരു ഫ്രണ്ട്, അവളുടെ കല്യാണം കഴിച്ചത് കോഴിക്കോടേക്കാണ്, അവളുടെ വീട് മേപ്പാടിയാണ്. അപ്പം അവൾ ഫ്രൈഡേ നൈറ്റ് കോഴിക്കോട് നിന്ന് വന്നു. സാറ്റർഡേ സൺഡേ അവൾ 2 ദിവസം അമ്മയുടെ കൂടെ നിന്ന് വന്നു. ആ 2 days നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും വേറെ ഫണ്ട് ഇനിയും സ്റ്റേ ചെയ്യാനുള്ളതും ഡിസ്ചാർജിന് മുന്നായിട്ടുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒപ്പിക്കാൻ ഓടാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു സാവകാശം കിട്ടി. ആൻഡ് വേറൊരു ഫ്രണ്ട് തിരുവനന്തപുരത്താണ്. ആൻഡ് അവളാണെങ്കിലും നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യാനും അവൾക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വെറുതെ തിരുവനന്തപുരത്തുനിന്നൊന്നും വരണ്ട എന്നുള്ളത്. ആൻഡ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ടും ഉണ്ട്, എൻ്റെ സ്കൂൾ ഒരു ഫ്രണ്ടും ഉണ്ട്. അവരാണ് എമർജൻസി ഫസ്റ്റ് തന്നെ ഞാൻ പൈസ വെച്ചപ്പം എനിക്ക് വേഗം തന്നെ ഇട്ട് തന്നെ. പേര് ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ക്ലോസ് ആയിട്ട് 5-6 ഫ്രണ്ട്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചവർ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും
സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചവർ തന്നിട്ടില്ല. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഫാമിലി മെമ്പർ ആണല്ലോ. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ അമ്മയുടെ റിലേറ്റീവ്സും ഏട്ടനും അനിയനൊക്കെ വന്നു. അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തു, ഇതാക്കി. പിന്നെ നമ്മുടെ അമ്മേനെ നമ്മൾ നോക്കുന്ന പോലെ വേറൊരാൾ നോക്കിയില്ലല്ലോ. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ. ബിക്കോസ് ആ ഹോസ്പിറ്റലിലുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പുള്ളി മോനും ഞാൻ മരുമോളും ആണെന്നാണ്. ബിക്കോസ് പുള്ളിക്കാരൻ അത്രയും നന്നായിട്ട് എൻ്റെ അമ്മേൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഓവർ സ്ട്രെയിനിങ് പറ്റില്ല. അതുകൊണ്ട് പുള്ളിയാണ് കൂടുതൽ ചെയ്തത്. സോ ഐ വാസ് സോ ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത്. ആ ഒരു ടൈമിൽ ഒരു മടിയും ഇല്ലാതെ യൂറിൻ ചേഞ്ച് ചെയ്യാനും ഡയപ്പർ ചേഞ്ച് ചെയ്യാനും ഫുഡ് വാങ്ങാനും മെഡിസിൻ വാങ്ങാനും ആൻഡ് അവിടെ കിടക്കാൻ പറ്റും. നിലത്ത് കിടക്കുന്നതിനും ഒന്നിനൊരു മടിയില്ലാതെ 1 week ഹീ സപ്പോർട്ടഡ് റിയലി വെൽ, മെൻ്റലി ഫിസിക്കലി. ഐ എം സോ ഹാപ്പി വിത്ത് ഹിം. ഐ ഫീൽ സോ ബ്ലെസ്ഡ്. പോയെന്ന് രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. എനിക്കാണ് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, വയറുവേനയും പുറവേനയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ കൊണ്ടുപോയ കമ്പിളിയൊക്കെ ജസ്റ്റ് മേത്തിട്ടിട്ട് മേപ്പാടി സൈഡ് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കാഷ്വാലിറ്റീൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സർജിക്കൽ വാർഡിലേക്ക് മാറ്റി. അപ്പം നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. രാത്രി ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ രാവിലെ അപ്പുറത്തെ കാക്ക വന്ന സമയത്ത് നമ്മളൊന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ആണ് ഹോസ്പിറ്റൽ വ്ളോഗ്. ഉറക്കം വന്ന് അന്നെത്തി. അപ്പം ഞങ്ങളിതാ കാറിൽ കിടന്നുറങ്ങാൻ വന്നിരിക്കുന്നു. പ്ലസ് ഉറങ്ങട്ടെ. എന്തൊക്കെ കഷ്ടപ്പാടാ അമ്മ ആശുപത്രി കിടന്ന. ഇപ്പം വീട്ടിലെ അമ്മമാരുള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയും. ഒരു ദിവസം അവർ മാറി നിൽക്കുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ ഗൈസ്? ശശി ഹലോ, ഞാൻ ഉറങ്ങിയിട്ട് കുറേ കാലമായി. ഗുഡ് മോർണിംഗ്. ഇന്ന് വന്നിട്ട് ഫ്രൈഡേ മോർണിംഗ് ആണ്, 31st. അമ്മയുടെ സർജറി ഇന്നാണ്. അപ്പോൾ രാവിലെ എണീറ്റു. അത് നോക്ക് ഫുള്ള് മഞ്ഞും കോടയൊക്കെയാണ്. ഈ മേപ്പാടി സൈഡിലേക്ക് പൊതുവേ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ അശ്വിനില്ല. അശ്വിൻ അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ സർജറി കഴിഞ്ഞു. അമ്മേനെ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ഒരാൾക്കേ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഞാനാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിലത്ത് പാവിരിച്ചാണ് കിടക്കേണ്ടത് കൂടെയുള്ളവർ കേട്ടോ. പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്, എല്ലാം ചെയ്തു തരാനൊക്കെ. പിന്നെ അവിടെ ഇതേപോലെ ഒരുപാട് പേര് തുടയിൽ പൊട്ടിയിട്ട് തന്നെ കിടക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ ബാത്റൂമൊക്കെ. അപ്പം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴുകും. നല്ല മെയിൻറ്റെയിൻസ് ഒക്കെയാണ് കേട്ടോ. അവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫ്സൊക്കെ ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, ഇതാക്കാം, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഈ യൂറിൻ എങ്ങനെയാണ് മാറ്റേണ്ടത്, ഡയപ്പർ എവിടെയാണ് കളയേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടല്ല ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവിടെ കൂടെ വാർഡിലുണ്ടായിരുന്ന ചേച്ചിമാർ ഒക്കെ പറഞ്ഞു തന്നു, ഒക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനെ അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങി. അശ്വിൻ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടെത്തിനും ഞാനിങ്ങനെ കൊടുക്കും. പിന്നെ എല്ലാവരും ഇതൊക്കെ കിടക്കാൻ സമയമായി. 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നിലത്ത് പായൊക്കെ വിരിച്ച് എല്ലാവരും കിടന്നു. ഇതാണ് അമ്മേനെ സർജറി ചെയ്തിട്ട് കമ്പി ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൂമിലേക്ക് മാറ്റാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും റൂമിലേക്ക് മാറ്റി. അതായത് സാറ്റർഡേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ റൂമിലേക്ക് മാറി. അപ്പോൾ അശ്വിനേട്ടനും കൂടെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. അതേ ഫ്ലോറിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആശുപത്രി കിടപ്പ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കാലൊക്കെ എങ്ങനെയുണ്ട്? അശ്വി, എന്താ നിന്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്ലഡ് ഒക്കെ കൊടുത്തു. തല ചുറ്റി വീണു. തലയിലൊന്നുമില്ല, അത് ചിലർക്ക് ഉണ്ടാവും. അത് ഉണ്ടാവുന്നില്ല, നമ്മൾ തരണം ചെയ്യുന്നതിനാണ് കാര്യം. അശ്വിൻ പോയി ഫുഡൊക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ റൂമിൽ വന്നിട്ട് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ മസാല ദോശയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ അശ്വിനോട് വീട്ടിലോട്ട് പോകണം. എൻ്റെ ഫ്രണ്ട് വന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി കുളിച്ച് മാറ്റി അമ്മേൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടിട്ട് വേറെ ഡ്രസ്സുമായിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിയാകുമ്പോഴത്തേനും ഒരു സ്റ്റാഫ് വരും. പുള്ളിക്കാർ വന്നിട്ട് അമ്മേനെ നനച്ച് തുടക്കുകയൊക്കെ ചെയ്യും. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് തരും. പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ മാറ്റും.
പിന്നെ സിസ്റ്റർമാരൊക്കെ വന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്യും, ട്രിപ്പൊക്കെ ഇടണമെങ്കിൽ ഇടും, മെഡിസിൻ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും, ഷുഗർ BP ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടർ വരും. അത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ക്ലീനിങ് സ്റ്റാഫൊക്കെ വന്നിട്ട് ക്ലീനിങ്ങും വേസ്റ്റ് എടുക്കലൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് സ്റ്റാഫുകൾ വന്ന് ചെക്ക് ചെയ്യും. വൈകുന്നേരവും ചിലപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോകും. രാത്രിയും ഇതുപോലെ ക്ലീനിങ് സ്റ്റാഫ്സൊക്കെ വരും. എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം കേട്ടോ. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കിടക്കും. ഞാൻ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബെഡിലാണ് കിടക്കുന്നത്, സൈഡിലുള്ള സിംഗിൾ ബെഡിൽ. അശ്വിനേട്ടൻ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മൾ 6th ഫ്ലോറിലായിരുന്നു. ഫുഡ് വാങ്ങാൻ 0 വേണം പോകാൻ, ക്യാൻറ്റീനിൽ പോയിട്ടാണ് ഫുഡൊക്കെ വാങ്ങിയിട്ട് വരല് കേട്ടോ. പിന്നെ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഫാർമസി പോകണം. ഫാർമസി സെയിം ഫ്ലോറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അശ്വിനേട്ടനെ താഴെ കിടത്തിയതിന് പരാതി പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ 6 മണിക്ക് എണീക്കും. അവർ വന്ന് പോയതിനൊക്കെ ശേഷം എല്ലാവരും പോയതിന് ശേഷം 8-8:30 അപ്പോൾ പിന്നെയും കിടന്നതാ ഉറങ്ങാൻ. ബെഡിൽ ഇത്രയും സ്ഥലമുള്ളൂ. പനിയൊക്കെ മാറി. അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പനി പിടിച്ചു. സ്നേഹനിധിയായ ഭർത്താവ് കാലൊക്കെ ഉയഞ്ഞു തരും. അതുകൊണ്ട് എങ്ങനെയുണ്ട് അമ്മ ഹോസ്പിറ്റൽ അനുഭവങ്ങൾ? അയ്യോ, അങ്ങനെയൊന്നും അനുഭവിക്കണ്ടേ ആർക്കും കൊടുക്കല്ലേ. അല്ലാത്ത ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണ്, അതാണ് വിഷയം. മക്കളെ ആണെങ്കിലും മറ്റുള്ള സ്റ്റാഫുകളാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് അവരെ കടമയാണല്ലോ ചെയ്തല്ലേ. മക്കൾക്ക് കടമയൊന്നുമല്ല, സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടിയാണ്. വീഴുന്നത് അയാളെ തെറ്റല്ലല്ലോ. പക്ഷെ കടമയല്ല മോളെ. അത് നമ്മളിങ്ങനെ ചെയ്യും, മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ. നിങ്ങൾക്കില്ല, അത് ശരിയായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എന്താ പറ്റിയേ? എന്തോ പാലിൻ്റെ തുടയില്ല പൊട്ടി. തുടയില്ല ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടോ അങ്ങോട്ട് പൊട്ടി, എല്ല് പൊട്ടി കിടക്കാണ് ഹോസ്പിറ്റലിൽ. പ്രതീക്ഷിക്കാത്തൊരനുഭവം ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സങ്കടങ്ങളൊന്നുമില്ല കേട്ടോ. സങ്കടമില്ലാത്തെന്ന് പറഞ്ഞാൽ മക്കൾ എന്നെ നോക്കുന്നുണ്ട്, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? മക്കൾ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ സങ്കടവും? 2 ഗ്ലാസും ചായക്കാരാ. ചായക്കാര, താങ്ക് യു. ഏത് വെള്ളം? ചൂടുവെള്ളം കുടിച്ചാൽ അമ്മ വന്നിട്ട് കാല് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ലക്ഷി, എന്താണ് നിന്റെ ഹോസ്പിറ്റൽ അഭിപ്രായം? അമ്മേൻ്റെ പറഞ്ഞത്. നല്ല അഭിപ്രായം, വളരെ നല്ല ആതിഥേയ മര്യാദയുള്ള ഹോസ്പിറ്റൽ. ചായക്ക് ചായ, ഫുഡിന് ഫുഡ്, പിന്നെ സർവീസിന് സർവീസ് എല്ലാം ഉണ്ട്. ശരിയല്ലേ, കറക്റ്റ് ടൈമിൽ വന്നിട്ട് അതെല്ലാം ചെയ്ത് തരുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യം ക്ലീൻ ചെയ്യും. അമ്മേനെ രാവിലെ വന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റും. രാത്രി അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റും. ഫുള്ള് ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേസ്റ്റ് എടുക്കാനും വരും 2 പ്രാവശ്യം. ഫ്ലോറും 2 പ്രാവശ്യം തുടയ്ക്കും. എല്ലാം നല്ല ക്ലീൻ ആട്ടോ. പിന്നെ നമുക്ക് എന്തും ചോദിക്കാം, സിസ്റ്റേഴ്സിനോടാണെങ്കിലും എന്ത് ഹെൽപ്പ് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഇതാണ്. പിന്നെ അമ്മയുടെ വേദനയാണ് പ്രശ്നമില്ല, പക്ഷെ എന്നാലും ഒരു നല്ല സപ്പോർട്ടാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലേ? നല്ല നല്ല ഡോക്ടേഴ്സാണ്, സിസ്റ്റേഴ്സ് ആണെങ്കിലും ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നല്ലെന്ന് പറഞ്ഞാൽ നല്ല. ഞാൻ തുറന്നു. പക്ഷെ ഞങ്ങൾ ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട്, അത്രേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നെ ഇട്ടിട്ട്, ആ ഒരു വിഷമം.
ഒറ്റ മക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 2 മക്കളെങ്കിലും വേണം. ഒരാളാണ് മാറി മാറി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ സപ്പോർട്ടീവായിട്ട് എന്ത് ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഓക്കെ. ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് മോനും ഞാൻ മരുമോളും ആയിരുന്നു. സോ അത്രയ്ക്ക് ഇയാളാണ് പണിയെടുക്കുന്നത്. ഇതുപോലെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുകയാണെങ്കിൽ ലക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും ഒറ്റയ്ക്ക്. അല്ലേ അമ്മേ? നിൽക്കുന്നതാണെന്നില്ലേ കണ്ട മനസ്സിലാകുന്നുണ്ട്. ഇന്നലെ തന്ന ഉമ്മയാണ് ഞാൻ. നിനക്ക് തരുമ്പോ നോക്കാം. എനിക്ക് ഉമ്മ വേണമെങ്കിൽ തന്നോ? വേണമെങ്കിൽ തന്നോ? വേണ്ടപ്പോ ഈ നമ്മളെ 3 ആളെയും മോന്ത നോക്ക്, ഉറക്കമില്ല ഇതുമില്ലാത്ത പോലെ കണ്ണ് ചോര ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉറക്കമില്ലായിട്ട് പോകുന്ന നോക്ക്, മുടിയൊക്കെ മുറുക്കേശി. അമ്മേൻ്റെ മുടിയൊക്കെ ഇല്ലേ കൊണ്ട ഇതായിപ്പോയി. എന്തായാലും പറയാ ജട കുത്തിപ്പോയി മുടിയൊക്കെ. ഇനി മുട്ട അടിക്കണം പോയിട്ട്. ഒന്നുകൂടി നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കൂ. കൈ കൊടുക്കുമേ. കൈ കൊടുക്കേ എടാ, കൈ കൊടുക്കേ. അതല്ലടുത്ത് ഉഴിഞ്ഞാ വേണ്ടി നോക്കുമ്പോ ഞാൻ ഉഴിഞ്ഞല്ല, അമ്മായിമ്മ. ഞങ്ങളുടെ കാറ് ചെറുതായിട്ട് പണി വന്നു. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചു വരുമ്പോൾ ബസ്സിന് വന്നപ്പോൾ കുടയും കൈയും കൂടെ കമ്പിയുമേലിടിച്ചു. അതിനെപ്പറ്റിയാണ് ആ സംസാരിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ അമ്മേനെ ഡോക്ടർമാർ വന്ന് പിണീപ്പിച്ചിരുത്തി. ആ കണ്ടതാണ് കേട്ടോ അച്ഛൻ. അമ്മ ഇരുന്നശി എന്താ അമ്മ എങ്ങനെ ഇരുന്നമ്മ പറമ്മ ഇരുന്നോ? അയ്യോ, നല്ല ഡോക്ടർമാരും ഉണ്ട് കൂടെ വലിച്ച് എണീപ്പിച്ചു ഇരുത്തി. എന്റെ ജീവൻ പോയി മോളെ. ഇവ പോയാ കുടലടക്കം പോകുന്നു. അമ്മക്ക് എണീക്കാൻ മടിയായതുകൊണ്ട് ഡോക്ടർമാർ വന്ന് എണീപ്പിച്ചിരുത്തി. അങ്ങനെ നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടി. നമ്മൾ വീട്ടിൽ പോവാണ്. രാത്രി 10 മണിയൊക്കെ ആയിട്ടോ ഓൾറെഡി. കാരണം അമ്മയുടെ ഇൻഷുറൻസ് മെഡിസെപ്പാണ്. ഇവർക്ക് ഗവൺമെൻറ് എംപ്ലോയീസിന് മെഡിസെപ്പാണ്. അപ്പോൾ അതിൽ 30 to 50% മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വെറുതെ ഇവരെ പെൻഷൻ എല്ലാ മാസം പൈസ പിടിക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഫുൾ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. 30-50% കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലോട്ട് നമ്മുടെ നെയ്ബേഴ്സൊക്കെയാണ് പതുക്കെ പിടിച്ച് ഇറക്കി തന്നത്. രാത്രി 11 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്താൻ. നെക്സ്റ്റ് ഡേ മോർണിംഗ് അച്ഛൻ വന്നു കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കുക്കിംഗ് പരിപാടികളൊന്നും വലിയ എക്സ്പേർട്സ് അല്ലാത്തത് കൊണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്ത് തരികയാണ്. അപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടി പപ്പായ മുറിക്കുകയാണ് അച്ഛൻ. ഞങ്ങൾ രാവിലെ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി. ഉച്ചത്തേനുള്ള ചോറും വെച്ചു. ഉച്ചയ്ക്ക് ഇനി കറി എന്ത് വെക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അച്ഛൻ ഹെൽപ്പ് ചെയ്ത് തന്നത് കേട്ടോ. കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു മാറ്റി ഞാൻ ക്ലിനിക്കിലേക്കും അശ്വിൻ വർക്കിനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഉച്ചയ്ക്ക് 12:30 കേട്ടോ. അപ്പോൾ ഫുഡും കഴിച്ചാണ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നത്. അച്ഛൻ വൈകുന്നേരം വരെ കൂടെ നിൽക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് 36 കുറ്റവും കുറവൊക്കെ പറയുന്നുണ്ട് നമ്മളോട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ ഐഷും പാച്ചും ഉള്ളതുകൊണ്ട് അമ്മ കുറച്ചെങ്കിലും എണീറ്റിരിക്കാനും നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കും. അല്ലെങ്കിൽ പെയിൻ ആയതുകൊണ്ട് അങ്ങനെ ശ്രമിക്കില്ല മാക്സിമം. അപ്പോൾ ഇവരുള്ളതുകൊണ്ടാണ് അമ്മ എന്തെങ്കിലും ശ്രമിക്കുന്നത്. കാലത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് ഒരുങ്ങിയതെന്നറിയോ, കുളിച്ചു മാറിയിട്ട് അല്ലേ. പിന്നെ നമ്മൾ അമ്മേനെ ചെക്കപ്പ് അല്ലല്ലോ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. കുറെ കാലത്തിന് ശേഷം കുളിക്കലുണ്ട്, ഒരുങ്ങലില്ല. ഇത് കുറച്ച് വൃത്തിയായിട്ട് ഒരുങ്ങിയൊക്കെ ചെയ്തു അല്ലേ. നീ മുടി മുറിക്കണം. അമ്മേനെ കാണിക്കാം. അമ്മേനെ സുന്ദരിയാക്കിയിട്ടുണ്ട്. ഒഴിവാക്കാനുണ്ടോ? വ്ലോഗില് അമ്മേനെയും സുന്ദരിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അമ്മേനെയും കൊണ്ട് പോണം. സ്റ്റിച്ച് ഇടാൻ പോവല്ലേ അമ്മ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. എന്ത് പേടി? ഇത്ര വേദന സഹിച്ചില്ലേ, അപ്പൊ പിന്നെ അറിയുന്നുണ്ട് അല്ലേ. എന്നാ പോവാ. ആംബുലൻസ് വരെ വെയിറ്റ് ചെയ്യാം അല്ലേ. ഇതാണ് അമ്മേൻ്റെ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ അത് റിമൂവൊക്കെ ചെയ്തു. ഡോക്ടർ പതുക്കെ നടന്നോന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ആംബുലൻസിൽ തന്നെയാണ് വന്നത്.
ഇനിയിപ്പോൾ അമ്മയ്ക്ക് പതുക്കെ വാക്കറൊക്കെ വെച്ച് നടന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ വാക്കർ വെച്ച് നടക്കാൻ തുടങ്ങി അമ്മ. ഇതൊക്കെ ഭയങ്കര പോസിറ്റീവ് സൈനാണ്. കാരണം 6 വീക്സ് റെസ്റ്റ് എടുത്തിട്ട് കഴിഞ്ഞിട്ടേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 3rd വീക്കൊക്കെ ആയപ്പോൾ തന്നെ അമ്മ നടക്കാൻ തുടങ്ങി. സോ അത് ഭയങ്കര പോസിറ്റീവ് സൈനാണ്. ഈ മക്കളുള്ളത് കൊണ്ടും കൂടിയാണ് അമ്മ ഇനി ഇരിക്കുമ്പോൾ അവർക്കൊരു പേടിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പതുക്കെ നടക്കുകയും എണീറ്റിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇന്നത് കണ്ടോ, ഇത് തുടയിൽ പൊട്ടിയ എക്സ്റേ ആണ്. ഇത് കമ്പി ഇട്ടതിന് ശേഷമുള്ള അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ഞാനും എൻ്റെ അമ്മ എന്നുള്ളൊരു ലോകത്താണ് ജീവിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ 18ാമത്തെ വയസ്സ് തൊട്ടിട്ട് അമ്മ ജോലിക്ക് പോയിട്ടുള്ളതാണ്. അമ്മ grade 1 ആയി, grade 2 ആയി, അവിടെ നിന്ന് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയി, പിന്നെ ലാബ് അറ്റൻഡറായി. അങ്ങനെ 2020 ജൂലൈ ആ ടൈമിലാണ് റിട്ടയർഡ് ആവുന്നത്. അമ്മയുടെ 18 വയസ്സ് തൊട്ട് ജോലിക്ക് കയറി. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അമ്മ എന്നെ അംഗൻവാടിയിൽ അമ്മ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. പിന്നെ 4 വയസ്സായപ്പോൾ തൊട്ട് നമ്മൾ LKG UKG എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങി. എനിക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ അമ്മ എനിക്ക് വാങ്ങിത്തരാറുണ്ട്. അവരുടെ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡേ ഡ്യൂട്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരാനും എനിക്കിപ്പം ഇന്നത് വേണമെന്ന് ഞാൻ മനസ്സിലാലോചിച്ചാൽ അത് അമ്മ വാങ്ങിക്കൊണ്ട് തരും. സോ അത്രയ്ക്ക് എന്നെ നോക്കിയിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ മദർ. ഒറ്റയ്ക്ക് സിംഗിൾ പാരൻ്റായിട്ട് നിന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുക എന്ന് പറയണത്. കാരണം എന്നെ BHMS പഠിപ്പിച്ചു, ഡോക്ടറാക്കി, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങി, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരു കാറ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂട്ടി എടുത്തു തന്നു. എനിക്ക് 2 ക്ലിനിക്ക് ഉണ്ട്, അത് ഇടാൻ സപ്പോർട്ട് ചെയ്തു. എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. സോ ഷീ ഡസ് എവറിത്തിങ് എലോൺ. അച്ഛൻ വന്നിട്ട് ചെറുപ്പത്തിലെ ഗൾഫിൽ പോയതാണ്. അച്ഛൻ്റെ ഫാമിലി, അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലിയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനും അമ്മയും ഉണ്ട് എന്നല്ലാതെ നമുക്ക് ഫിനാൻഷ്യലിയോ മെൻ്റലി അങ്ങനത്തെ ഒരു ഹെൽപ്പോ സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചിട്ട് 3 വയസ്സിലാണ് അച്ഛൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. സോ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കും വലിയ കോണ്ടാക്ട് ഇല്ല. ഡിവോഴ്സ്ഡ് അല്ല, പക്ഷെ നമ്മുടെ കൂടെയല്ല, പുള്ളിയുടെ ഫാമിലീൻ്റെ കൂടെയാണ്. എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നു പോകും, അത്രയേ ഉള്ളൂ. അമ്മ വീണ ടൈമിൽ 2-3 ദിവസം വന്ന് നിന്നു. കുക്കിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് എമൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് എനിക്കിപ്പം 32 വയസ്സായി. 32 വയസ്സിൽ ആദ്യമായിട്ടാണ് അച്ഛനോടൊരു റെസ്പെക്റ്റ്, ഒരു ഇഷ്ടം തോന്നിയൊരു മൊമെൻ്റ് അതാണ്. പിന്നെ ആവശ്യമുള്ള സമയത്ത് അച്ഛൻ വന്നു. ഒരുപാട് സമാധാനം തോന്നി. വന്നു, പുള്ളി 2-3 ദിവസം നിന്നിട്ട് തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ പോയി. പുള്ളിയുടെ വീട് കോഴിക്കോടാണ്. അപ്പോൾ പുള്ളി തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. ഞാനും അച്ഛനും തമ്മിൽ അങ്ങനെ ബോണ്ടോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മേനോടാണ് എനിക്ക് എല്ലാം ഉള്ളത്. കാരണം എല്ലാവരെ പോലെ കടങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം അടയ്ക്കുന്നതും ഇതാക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ അമ്മ കിടന്ന സമയത്ത് ഇത്ര കടങ്ങളുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് അടയ്ക്കുക, ഇത്ര ലോണ് നമ്മൾ എങ്ങനെ അടയ്ക്കും, എൻ്റെ ഹോസ്പിറ്റൽ ചിലവ്, അമ്മേനെ ഇങ്ങനെ നോക്കും. എനിക്ക് ഈ ഒരു 1 മന്തായിട്ട് ക്ലിനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഹസ്ബൻഡാണെങ്കിലും ഉള്ളൊരു ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു പുള്ളിയുടെ പ്രൊഫഷൻ അല്ലാത്തൊരു ജോലി, താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ ഒരു എമൗണ്ട് കിട്ടാനായിട്ടാണ് പുള്ളി ഒരു ജോലിക്ക് പോകുന്നത്. തുച്ഛമായ സാലറി ആണ്, പക്ഷേ നമുക്ക് ജീവിക്കാൻ വേണമല്ലോ എന്തെങ്കിലും. സോ നമുക്ക് നമ്മളേ ഉള്ളൂ. അമ്മേനെ നമ്മൾ നോക്കുന്ന പോലെ വേറൊരാൾക്കും നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അമ്മ നമ്മളെ നോക്കുന്ന പോലെ വേറെ ആർക്കും നമുക്ക് നോക്കാൻ പറ്റില്ല. അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അമ്മയില്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. കാരണം രാവിലെ എണീക്കണം, അമ്മയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം, നനച്ച് തുടയ്ക്കണം, അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം, ഇൻസുലിൻ കുത്തണം, നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, ഉച്ചത്തേനുള്ള ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കുള്ള ഇൻസുലിൻ എടുക്കണം, മെഡിസിൻസ് കൊടുക്കണം, ഫുഡ് കൊടുക്കണം, ഈവനിങ് ചായ, അതിൻ്റെ ഇടയിൽ ഗസ്റ്റുകളൊക്കെ അമ്മേനെ കാണാൻ വന്നുള്ള കാര്യങ്ങൾ, അലക്കണം, തുടയ്ക്കണം, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ. സോ ഇറ്റ്സ് ലൈക്ക് എത്ര കാര്യങ്ങളാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും അറിയിച്ചിട്ടില്ല അമ്മ. ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു.
എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അമ്മ എന്നുള്ളത് റിയലൈസ് ചെയ്തു. എനിക്ക് കിട്ടിയ ഹസ്ബൻഡും ഭയങ്കര നമ്മളെ കൂടെ നിന്ന് സ്വന്തം മോനെ പോലെ ഞാൻ പറയില്ല, മോനാണ്, സ്വന്തം മോനായിട്ടാണ് ഹീസ് ബീയിങ്. അമ്മയും പുള്ളിയും ഉള്ളൊരു ബോണ്ട് വേറെ തന്നെയാണ്. ഞാൻ ശരിക്കും വേറെ ആരോ പോലെയാണുള്ളത്. ബട്ട് നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ മുന്നൊരു പ്രശ്നം ഉണ്ടായപ്പോൾ റിയലൈസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അമ്മയുടെ സിറ്റുവേഷനിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത എനിക്കും ഹസ്ബൻഡിനും മാത്രം ചെയ്യാം എന്നുള്ള രീതിയിലെല്ലാം ചെയ്തത്. ആരോടും ഞാൻ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. സാറില്ല, ക്ലിനിക്ക് പോയില്ലെങ്കിൽ സാറില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ക്ലിനിക്കിൽ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് മെയിൻറ്റെയിൻ ആവും. മറ്റേ ക്ലിനിക്ക് പുതിയതായിട്ട് ഇട്ടതുകൊണ്ട് തൊട്ടടുത്തുള്ള ബേക്കറിയിൽ അവർ നല്ല സപ്പോർട്ടാണ്. അവർ ക്ലിനിക്ക് രാവിലെ ഓപ്പൺ ചെയ്യും, രാത്രി അവർ അടയ്ക്കും. ഇടയിൽ പേഷ്യൻസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്നെ ഫോൺ ചെയ്യും. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്ത് പോയി കാണും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയും നല്ല ആൾക്കാരുണ്ട്. ഒരുപാട് പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്തത്. നെയ്ബേഴ്സും ഫ്രണ്ട്സ്, നമുക്ക് ആരും ഇല്ലയെന്ന് ചിന്തിച്ചു പോയൊരു 2-3 നിമിഷങ്ങളുണ്ടായിരുന്നു എനിക്ക്. ക്വസ്റ്റ്യനും ഫിനാൻഷ്യലി ആണെങ്കിലും അമ്മേൻ്റെ ഇങ്ങനെ ക്രിട്ടിക്കലാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ആരോടാ പറയുക, ആരോടാ സജഷൻ ചോദിക്കുക, ആരെയാ വിളിക്കുക, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയാതെ ആയിപ്പോയി. ഞാനും അശ്വിനും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ പോയി. ആൻഡ് ഗോഡ്സ് ഗ്രേറ്റ്. അമ്മയുടെ വിൽ പവർ, അമ്മയുടെ സപ്പോർട്ട്. എനിവേയ്സ് ഇപ്പം കുഴപ്പമില്ല. അമ്മ പതുക്കെ റിക്കവറി ആയി വരുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അമ്മേനെ സപ്പോർട്ട് ചെയ്തതും ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ആരും പേര് ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നില്ല. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ.